രാഹുലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ KSU പ്രവർത്തകരെയും ഈ എന്താ പറയുക നമ്മുടെ സർക്കാർ വേട്ടയാടുകയാണോ എന്നൊരു സംശയം എനിക്ക് പലതവണയായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു പീഡന ആരോപണം അതുപോലും കെട്ടിച്ചമച്ചതാണോ എന്ന് എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് സംശയം തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. കാരണം നമുക്കറിയാം. ഇപ്പോൾ എം സി അതുൽ എന്നുള്ള പേര് ഞാൻ കേൾക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഈ വിഷയം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിനു മുമ്പ് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്, KSUവിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. പക്ഷേ MC അതുലിൻ്റെ പേര് പിന്നീട് ആരോഗ്യമന്ത്രിയുടെ ഈ വിഷയത്തിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതലും കേട്ടത് സൈബർ ഇടങ്ങളിൽ CPMൻ്റെ സൈബർ പോരാളികൾ ഇവരെ തീർത്ത് കളയണം, ഇവനെ കൈകാര്യം ചെയ്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള പോസ്റ്റുകളുമായിട്ട് വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായിട്ടും CPMനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ CPM തിരിച്ചു പണിയും. വളരെ വൈകാരികമായിട്ടാണ് CPMൻ്റെ പ്രവർത്തകർ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂരിലേക്ക് പോകുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് KSUവിൻ്റെ പ്രവർത്തകർ കരിങ്കൊടിയുമായിട്ട് വരുന്നു. കരിങ്കൊടിയുമായിട്ട് വരുന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ അടുത്തേക്ക് പോലും ഇവർ പോകുന്നില്ല. പക്ഷേ ഇവർ കാരണം മന്ത്രിയുടെ കഴുത്തൊഴിയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കഴുത്തൊഴുക്കുന്നു, നേരെ ICUയിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ പ്രസ്താവനകൾ ഓരോ നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്ന് വരുന്നു. KSUക്കാർ അങ്ങനെ ചെയ്തു, KSUക്കാർ ആക്രമിച്ചു, മന്ത്രിയുടെ കയ്യിലെ പാടൊക്കെ കാണിച്ച് KSUക്കാർ ഉണ്ടാക്കിയ പാടാണ് എന്നുള്ള രീതിയിലൊക്കെ KSUക്കാർ പിടിച്ച് കടിച്ച. അല്ല, എന്താണെങ്കിലും രാഹുലെ, പ്രണയം എല്ലാവർക്കും പ്രണയമുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെങ്കിലും ഈ അതുലിനെ തീർത്ത് കളയുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സന്ദേശ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതിൽ അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും നല്ല പിള്ളേർ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പെണ്ണ് കേസോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒതുക്കി തീർക്കണം. ഞാൻ പറയുന്നതാണ്, ഞാൻ മുൻപ് പറഞ്ഞപ്പോൾ രാഹുൽ ഇടയ്ക്ക് കയറിപ്പോയൊരു മാറ്ററാണ് പ്രണയമില്ലാത്ത മനുഷ്യരില്ല. ഒരു പ്രണയമൊക്കെ എല്ലാവർക്കുമാകാം. അതുലിനും ഉണ്ടായിരുന്നു ഒരു പ്രണയം. ആ പ്രണയ സമയത്തുണ്ടായിരുന്ന വാഗ്ദാനങ്ങളും ഈ പറയുന്ന ഇടപെടലുകളെയും ഒക്കെ പ്രണയം തകർന്നതിന് ശേഷം, പ്രണയമെന്ന് പറയുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു കാര്യമാണ്. അത് ചിലപ്പോൾ തഴച്ചു വളരും, ചിലപ്പോൾ തകർന്നു വീഴും. ആ പ്രണയം തകർന്നതിന് ശേഷം അതിനെ പീഡനമാക്കി അവതരിപ്പിക്കുന്ന ഒരു പ്രവണത ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല കാര്യങ്ങളിൽ, പല വിഷയങ്ങളിൽ നമ്മുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രണയം തകർന്നതിന് ശേഷം ഉണ്ടാകുന്ന പീഡന ആരോപണങ്ങളെ പീഡനമായി അംഗീകരിക്കാൻ പറ്റില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധങ്ങളെ ഒരിക്കലും പീഡനമായിട്ട് നമ്മുടെ കോടതി അംഗീകരിച്ചിട്ടില്ല, പ്രായപൂർത്തിയായ യുവാവും യുവതിയും തമ്മിൽ. ഇപ്പോൾ ഈ MC അതുലിൻ്റെ കാര്യത്തിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതുലിൻ്റെ പഴയ കാമുകയാണ് ഈ പറയുന്ന ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അതുൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് വായിച്ചു തരാം. വാർത്തകളും പരാതികളും കണ്ടു. വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിന് ശേഷം മുതൽ പല വിധത്തിൽ ഭീഷണികളും വേട്ടയാടലുകളും നേരിടുകയാണ്. നിന്നെ ഫിനിഷ് ചെയ്യും എന്നാണ് അടക്കം പറച്ചിൽ. എല്ലാ നിരുകെട്ട കളിയും പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇതല്പം കടന്നുപോയി. ഒരാളെ ചീറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലോ സ്ത്രീകളെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തിലോ ഒരു കാലഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടില്ല. വിവിധ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തി പല വിദ്യാർത്ഥികളുമായും ഇടപഴകി മുന്നോട്ട് പോയ ഒരാളെന്ന നിലയിൽ അവർക്കൊക്കെ എൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അറിയാം എന്നാണ് കരുതുന്നത്. സൗഹൃദവും പ്രണയവും ഉണ്ടായിരുന്ന സമയത്ത് പരസ്പരം ചെയ്ത സഹായങ്ങളും ഇടപെടലുകളും മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന് കാലം തെളിയിക്കും. ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും കടം മേടിച്ചും തിരിച്ചു കൊടുത്തും പല സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടുമൊക്കെ പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന സാധാരണക്കാരനാണ് ഞാനും. ഇപ്പോഴും കടവും ലോണുകളും അല്ലാതെ വ്യക്തിപരമായി ഈ പൊതുപ്രവർത്തനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. വേദനകളും യാതനകളും പ്രതിസന്ധികളും അനവധി ഉണ്ടായിട്ടും ഒരു പൊളിറ്റിക്സിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനുള്ള പാഷനും കോൺഗ്രസിൻ്റെ ലെഗസിയുമാണ്. കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പബ്ലിക് ഡൊമൈനിലേക്ക് തൽക്കാലം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അറിയിക്കുന്നത്. നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോടതി സമർപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ കോൺഫിഡൻസിലാണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മാധ്യമങ്ങളിലേക്ക് വരുന്നൊരു വാർത്തയാണ് MC അതുൽ പീഡനം നടത്തി സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നൊരു കേസ് നിലവിലേക്ക് വരുന്നത്. ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാമുകയാണ് യഥാർത്ഥത്തിൽ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കുമോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്ര അധികം ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടുള്ള ബന്ധം പലതവണ പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ആ കേസിലേക്ക് ഇതിനെ ഒതുക്കി തീർക്കാനൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കോടതിയാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തതുപോലെ 2 പേർ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിനെ പീഡനമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് കോടതി പോലും ചോദിക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അപ്പം പണം വാങ്ങിയെന്ന് പറയുമ്പോൾ പോലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുമ്പോഴും ഇതെല്ലാം തെളിവുകളാണല്ലോ. ആ തെളിവുകൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹം കോൺഫിഡൻസിലാണ് എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ CPM-ൻ്റെ അണികൾ തന്നെ ഏറ്റവും കൂടുതൽ വരുത്തി തീർക്കാൻ പോകുന്നത് ഒരു പീഡന വീരനാണ്, പെണ്ണുപിടിയനാണ് എന്നുള്ള രീതിയിലേക്ക് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ കേസുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വീണ ജോർജിനെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നതെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ആ പെൺകുട്ടിയോട് രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ CPM ആണെങ്കിലും കേസ് കൊടുക്കണം. ഇപ്പം ഒരാളെ നശിപ്പിക്കാൻ CPM തുനിഞ്ഞിറക്കി കഴിഞ്ഞാൽ ആരെ കൊണ്ടും നടക്കുന്നൊരു കാര്യമല്ല. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലാകാലങ്ങളായിട്ട് CPM-ന് മാത്രം ഇപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള ഒരാളെ പോലും ആണെങ്കിൽ പോലും അയാളെ തകർക്കണമെന്ന് CPM-ൻ്റെ മുകൾ തട്ടിലുള്ള ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് നടക്കും. CPM-ൽ മാത്രം നടക്കുന്നൊരു സംവിധാനമാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള സൈബർ പവർ ഉണ്ട്, അതിനുള്ള പൊളിറ്റിക്കൽ പവർ, സൈബർ പവർ ഉണ്ട്. രാഹുല്, ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഈ മറ്റൊരാളെ തരം താഴ്ത്തി കാണിക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് ഒന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റൊന്ന് RSSൻ്റെ കുറേ പേജുകളുമാണ്. അതിൽ വരുന്ന ചില പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിഷ്പക്ഷ രാഷ്ട്രീയമുള്ള എൻ്റെ വരേക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വരാറുണ്ട്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മെയ് 4-ന് റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എത്രയോ കള്ളക്കേസുകൾ കുടുക്കി കേരളത്തിലെ എത്ര ചെറുപ്പക്കാരെ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ PSCയുടെ കാര്യത്തിലാണെങ്കിൽ പോലും എത്ര പേർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ കേസുണ്ട്. പല ആളുകളും കേസിൽ അകപ്പെട്ട് കിടക്കുകയാണ്. എന്തിനാണ്? വെറും കള്ളക്കേസുകൾ. എന്താണെങ്കിലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൻ്റെ ഉളുക്കെല്ലാം മാറിയല്ലോ. ഇനി അപ്പോൾ വൈകാരികമായിട്ട് അവർ കൊണ്ടു നടന്ന കാര്യങ്ങൾ CPM-ന് കൃത്യമായിട്ട് അയാളെ തകർക്കണമെന്നുണ്ടായിരുന്നു. കണ്ണൂരിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. കണ്ണൂരിൽ വളർന്നു വരുന്നൊരു യുവ മുഖമാണ്. അപ്പോൾ ഒരു യുവ നേതാവ് വളർന്നു വരുമ്പോൾ നമുക്കറിയാം കണ്ണൂർ എത്ര കൊലപാതകങ്ങളാണ് നടത്തുന്നത്. ശരത് ലാൽ ആണെങ്കിലും കൃപേഷ് ആണെങ്കിലും ഷുഹൈബ് ആണെങ്കിലും എത്രയോ പേർ ചെറുപ്പക്കാരെ വെട്ടിനിരത്തിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി കോടതികളുടെ വിചാരണയിൽ ഒലിഞ്ഞു പോയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇവരെല്ലാം. എന്താണെങ്കിലും കണ്ണൂരിൽ വളർന്നു വരുന്നൊരു പുലിക്കുട്ടി തന്നെയാണ് ഈ MC അതുൽ എന്ന് പറയുന്നത്. അതിലൊരു തർക്കവുമില്ല. എന്താണെങ്കിലും കാലം തെളിയിക്കും, അല്ലെങ്കിൽ കോടതി തെളിയിക്കും.